ജോലിയുടെ ഭാഗമായി കെനിയയിലെത്തി വ്യാജ ലഹരി കേസിൽ 2.5 കൊല്ലം ജയിലിൽ കിടന്ന ഒരു മലയാളിയുണ്ട്. കാസർഗോഡ് ഉദുമ സ്വദേശി അബ്ബാസ് പൊയ്യൽ മുഹമ്മദാണ് ഈ കഥാപാത്രം. കെനിയയിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ പ്രവർത്തകർ നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഫലമായി നിരപരാധിത്വം തെളിയിച്ച് അബ്ബാസ് നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കെനിയൻ പോലീസിന്റെ ചതിക്കുഴികളെക്കുറിച്ച് അബ്ബാസ് ഓർത്തെടുക്കുന്നു. അരുൺ പാറക്കലിന്റെ റിപ്പോർട്ട്. കെനിയ പോലീസിന്റെ കള്ളക്കേസിൽ കുടുങ്ങിയ ഒരു മലയാളി കാസർഗോഡ് ഉദുമ സ്വദേശിയായ അബ്ബാസ് പൊയ്യൽ മുഹമ്മദാണ് കെനിയ പോലീസ് മയക്കുമരുന്ന് കടത്തി അതുപോലെ തന്നെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തി എന്ന കാരണം പറഞ്ഞ് 2 വർഷവും 6 മാസവും ജയിലിൽ കിടത്തിയത്. വേൾഡ് മലയാളി ഫെഡറേഷൻ നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഫലമായി അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് പുറത്തിറങ്ങി. ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ ജോലിയിലായിരുന്നു, വിസിറ്റ് വിസയിലായിരുന്നു ജോലി ചെയ്തത്. ആ സമയത്ത് പിന്നെ സ്വന്തം പെർമിറ്റ് ഉണ്ടായിരുന്നില്ല ഗൾഫിൽ. ഒരു ഹൈപ്പർ മാർക്കറ്റ് എനിക്ക് ഇങ്ങനെ ആഫ്രിക്കയിൽ മാർക്കറ്റിംഗ് ചെയ്യാമെങ്കിൽ പെർമിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് കടം വാങ്ങിച്ചിട്ടാണ് അവിടുന്ന് കെനിയക്ക് പോയത്. എവിടെയായിരുന്നു? നെയ്റോബി. ആ തിരിച്ചു വരുന്ന സമയത്ത് ആ എയർപോർട്ടിൽ നിന്ന് എല്ലാ ഇമിഗ്രേഷനും ചെക്കിങ് കഴിഞ്ഞ് എൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ബാഗായിരുന്നു ചെറിയ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ബ്ലൂ കളർ. ബാഗിലെന്തായിരുന്നു? എൻ്റെ ബാഗിൽ ഡ്രസ്സ്, എൻ്റെ കോസ്മെറ്റ്, എൻ്റെ ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെറിയ സാമ്പിൾ അവിടുന്ന് ശേഖരിച്ച സാമ്പിൾ ഉണ്ടായിരുന്നു. ക്ലീറിഫൈ ചെയ്ത് ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് കയറുന്ന സമയത്താണ് ഒരാൾ വന്ന് എന്നെ പിടിച്ച്. അവരെ വെച്ച് ഒരു സ്ത്രീ അറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല, ഞാൻ ഒറ്റക്കാണ് വന്നത്, ഞാൻ ഇന്ന ആവശ്യത്തിനാണ് വന്നത്. അങ്ങനെ ആ സമയത്ത് അവർ വെച്ച് നിങ്ങളെ കയ്യിൽ കാശ് എത്രയുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്യാവശ്യം ചിലവുള്ള കാശേ ഉള്ളൂ. പിന്നെ ഒരു 11:30 ആകുമ്പോൾ 2 സിവിലിൽ 2 ആൾ വന്നു, സിവിൽ ഡ്രസ്സിലാണ്. അപ്പം പോലീസുകാരൊന്നും അറിയില്ല. അവർ എയർപോർട്ടിൻ്റെ ഒരു ഓഫീസിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ നിന്ന് എന്നോട് വെച്ച് നിങ്ങൾക്ക് ആർക്കും വിളിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കാർക്കും വിളിക്കാനില്ല, ഇപ്പോൾ വിളിക്കാനില്ല. അപ്പോൾ ഒരാൾ ഫോണിൽ വിളിച്ച് എനിക്ക് ഫോൺ തന്നു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. അവർ പറഞ്ഞു $30,000 ഇത് നിങ്ങൾക്ക് തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ഒഴിവാക്കി വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് $30 പോയിട്ട് $3 ഇല്ല, ഇപ്പം എൻ്റെ ചിലവിനുള്ള കാശേ ഉള്ളൂ. എന്താണ് റീസൺ പറയുന്നത്? അവർ കോടതിയിൽ നിന്നാണ് എനിക്ക് കാര്യം അറിയുന്നത്. കോടതിയിലാണ് ഇവർ ഈ ബാഗ് ഇങ്ങനെ പ്രൂഫ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യത്തെ ദിവസം ഒന്നും ഉണ്ടായിരുന്നു. 2ാം ദിവസം ഒരു ലാബോറട്ടറിയിൽ കൊണ്ടുപോയി അവിടുന്ന് തന്നെ ബാഗ് വെരിഫിക്കേഷൻ ചെയ്യിപ്പിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ബാഗായിട്ട് ഒരു ബന്ധമില്ല, എനിക്കറിയില്ല. പിന്നെ അവർ തിരിച്ചു വന്നു. പിന്നെ എന്താ സംഭവിച്ചു? അവരെന്നെ പിന്നെ പ്രിസണിലേക്ക് അയച്ചു. ഈ പ്രിസണിൻ്റെ അകത്തും ഇവരെ ഏജൻസ് ഉണ്ട്. ആരും 1 മാസക്കാലം ഇപ്പോൾ കാശിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. WMF ഇടപെട്ടതിന് ശേഷം പിന്നെ ആരും അങ്ങനെ ശല്യം ചെയ്തിട്ടില്ല. ജയിലിൽ നിരന്തരമായിട്ട് പീഡനം ഏറ്റു വാങ്ങി പല തവണ. ബുദ്ധിമുട്ടായിരുന്നു, കാശിന് ബുദ്ധിമുട്ടിക്കും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പറ്റി സന്തോഷം. ആവശ്യത്തിനറിയാം അവിടെ അരമണിക്കൂർ ഇവിടെ നിന്നാൽ ബുദ്ധിമുട്ടാണ്. അവരാ രാത്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഇമിഗ്രേഷൻ ഒക്കെ സംസാരിച്ച് എവിടെയും എല്ലായിടത്തും അവർക്ക് കാശ് കൊടുക്കേണ്ടതാണ്. ഇവിടെ എത്തി ദൈവത്തിൻ്റെ അനുഗ്രഹം. WMFന്റെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് അബ്ബാസ് കെനിയൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. എന്തായാലും വിദേശ നാടുകളിലൊക്കെ പോകുന്ന ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.